തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ ഗവർണർ വിദ്യാസാഗർ റാവു ഇന്ന് ചെന്നൈയിലെത്തും. ജല്ലിക്കെട്ട് പ്രക്ഷോഭ മാതൃകയിൽ വിദ്യാർത്ഥികളെ അടക്കം അണിനിർത്തി പനീർശെൽവത്തിന് പിന്തുണയുറപ്പിക്കാനുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് തമിഴകം കടന്നുപോകുന്നത്. ഏതായാലും ചർച്ച തുടരുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, പി വി തോമസ് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഇത്രയും ദിവസം വിനീത വിധേയനായി നിന്ന പനീർശെൽവം ഒരു രാത്രിയിൽ ഒരു 9 മണിക്ക് ശേഷം വളരെ വേഗത്തിൽ ഇത്ര ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഇത്രയധികം വെളിപ്പെടുത്തലുകൾ നടക്കാൻ കാരണമായത് എന്താണ്? ഇപ്പോൾ ശ്രീമതി ഉഷ പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ആ കാര്യം പറയാമായിരുന്നു. ഉഷ പറയുന്നത് അദ്ദേഹം അവിടെ മന്നാർകുടി മാഫിയയുടെ ഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അതെന്താണ് അതിന് കാരണം? അല്ല, എല്ലാ മനുഷ്യരും ഒരു തിരിച്ചറിവുണ്ടാവുമല്ലോ. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നത്. ഏതായാലും കേന്ദ്രവുമായി ഡൽഹിയുമായി ചെന്നൈ കാര്യം ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒരു പങ്കും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവും കരുത്തും അറിവും അവിടുത്തെ ഗവർണർക്കുണ്ട്. അദ്ദേഹം ഇന്ന് ചെന്നൈയിലെത്തുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ ചെന്നൈയിൽ ഉള്ള സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഭാവി രാഷ്ട്രീയവും ഭാവി ഭരണവും നിശ്ചയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇന്ന് വരെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ നടരാജനെയും ശശികലയും BJP അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ കേന്ദ്രത്തിന് താല്പര്യമില്ല. അവർ കോൺഗ്രസിനോട് അനുഭാവമുള്ളവരാണ്. അതുകൊണ്ട് അവർ വേണ്ട, OPS നിൽക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ കാര്യങ്ങൾ അനായാസം പോകും എന്നൊക്കെ ഒരു വർത്തമാനം തമിഴകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ? അല്ല, ആ MLA-മാർ ശശികലയോട് ഒപ്പം ഭൂരിപക്ഷം MLA-മാർ നിൽക്കുകയാണെങ്കിൽ ശശികലയെ വിളിക്കുക, സത്യപ്രതിജ്ഞയെ വിളിക്കുക എന്നുള്ളത് ഗവർണറുടെ ബാധ്യതയാണ്. അത് അദ്ദേഹം നിർവഹിച്ചേ പറ്റൂ. BJP-യുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഗവർണറുടെ മുമ്പിലില്ല. ഗവർണർക്ക് തീർത്തും ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുക എന്നതിൽ പരം BJP-യുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയല്ല ഗവർണർമാരെ നിശ്ചയിക്കുന്നത്. ആ ഒരു പതിവുമില്ല. ഇവിടെയും ചെന്നൈയിലും അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. പിന്നെ രാഷ്ട്രീയത്തിൽ മാറ്റി മറിച്ചിലുകൾ സാധാരണയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് രാഷ്ട്രീയം നമുക്കറിയാലോ. അരനൂറ്റാണ്ടായി അവിടെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സ്വാധീനവുമില്ലാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. 50 വർഷമായി. 67-ന് ശേഷം അവിടെ DMK അല്ലെങ്കിൽ അണ്ണാ DMK എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ അതേ രൂപത്തിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ ഐക്യമുന്നണി എന്നുള്ള ആ ഒരു സ്വഭാവം ഇതുവരെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ പാർട്ടി എന്നുള്ള നിലക്ക് BJP-ക്ക് അവിടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഗവർണർ എന്നുള്ള നിലക്ക് ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാനുള്ള സുബ്രഹ്മണ്യ സ്വാമി ഇന്നലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ചുമ്മാ അങ്ങനെ ഒരു കാര്യം പറയില്ല. താങ്കളുടെ നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. അല്ല, സുബ്രഹ്മണ്യ സ്വാമിക്ക് അദ്ദേഹത്തിന് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിയും അതുപോലെ തന്നെ സമൂഹവും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങൾ സത്യമായിരിക്കാം, ചില കാര്യങ്ങൾ അസത്യവുമായിരിക്കാം. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നതെല്ലാം മുഖവിലക്കെടുക്കുന്ന ഒരു രീതി പണ്ട് മുതലേ BJP അവലംബിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു മുതിർന്ന നേതാവ് എന്നുള്ളവർക്ക് പറയാനുള്ളൊരു അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ നിർദ്ദേശം ഗവർണർക്ക് ചെന്നൈയിലേക്കുള്ള പോക്ക് എത്ര വൈകിപ്പിച്ചാൽ മതി എന്നാണ്. അത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞു താങ്കൾ ചോദിക്കില്ലെന്ന്? 3:30 മണിക്ക് അദ്ദേഹം ചെന്നൈയിൽ എത്തുകയാണ്. വൈകിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം മറ്റ് നേരത്തെ നിശ്ചയിച്ച പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലും മഹാരാഷ്ട്രയിലൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം ഇന്ന് എത്തുന്നു. കാരണം പ്രതിസന്ധി വന്നത് ഒരു ദിവസം മുമ്പ് മാത്രമാണല്ലോ. ആ ഒരു ദിവസം കഴിഞ്ഞ് ഗവർണർ നിശ്ചിത സമയത്ത് തന്നെ ഇന്ന് എത്തുന്നു. എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. രാജ്നാഥ് സിംഗിന്റെ വാക്കാൽ നിർദ്ദേശങ്ങൾ ഓരോ ഗവർണർക്കും വാക്കാൽ നിർദ്ദേശമനുസരിച്ചിട്ട് ഭരണഘടനാ തത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അത് പിന്നെ വെറുതെ നമ്മളത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും ഓക്കെ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഭാവനയിൽ ഇപ്പം മാധ്യമങ്ങൾ ഭാവനയിൽ പല വാർത്തകളും ഇന്നലെ വരും ഗവർണർ എന്ന് പറഞ്ഞു, നാളെ വരും എന്ന് പറഞ്ഞു, ഇനി ഇപ്പം പനീർശെൽവത്തിന്റെ പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്ന് ഇപ്പൊ പറയുന്നു. അങ്ങനെ ഔദ്യോഗികമായി പനീർശെൽവത്തിന്റെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടാണല്ലോ 2 ദിവസമായത്. അതിന് നേരത്തെ തന്നെ നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്തതല്ലേ?
അപ്പോൾ സ്വാഭാവികമായി അവരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ട ഒരു ഗവർണർ എന്ന നിലയിൽ ക്ഷണിക്കണമെങ്കിൽ അവർ അവകാശവാദം ഉന്നയിക്കണം. ഗവർണർ ഇന്ന് എത്തും. അവർ അവകാശവാദം ഉന്നയിച്ചാൽ ഗവർണർ സ്വാഭാവികമായിട്ട് ക്ഷണിക്കും. അത് എത്ര ദിവസം കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യാം എന്ന് പറയും, നാളെയാണെങ്കിൽ നാളെ എന്ന് പറയും, ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരു ദിവസം കൊടുക്കും. അങ്ങനെയൊക്കെ നടപടിക്രമങ്ങളില്ലേ, അല്ലാതെ ഗവർണർ ഓടി പിടിച്ച് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭരണഘടനാപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കി ഗവർണർ ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശരി ശരി. ശ്രീമതി ഉഷ, ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിശദീകരണം ചോദിക്കൽ വന്നിട്ടുണ്ട് അണ്ണാ DMK-യോട്. ഈ ശശികല ഏതായാലും പനീർശെൽവത്തെ പുറത്താക്കിയെന്ന് പറയുന്നു. പക്ഷേ ഇൻട്രീം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവർക്കതിന് അധികാരമുണ്ടോ? മറ്റൊന്ന്, പാർട്ടിയിൽ തുടർച്ചയായി 5 വർഷം പ്രാഥമിക അംഗത്വം ഉള്ളയാൾക്ക് മാത്രമാണ് ഭാരവാഹിത്വത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ശശികല എടുത്ത തീരുമാനങ്ങൾക്ക് അണ്ണാ DMK-യുടെ ഭരണഘടന അനുസരിച്ച് എന്താണ് വില? ഒരു വിലയുമില്ല. കാരണം അതല്ലേ ഞാൻ പറഞ്ഞത്, 35 വർഷം അമ്മയുടെ കൂടെ നടന്ന പരിചയം മാത്രമേ അവർക്കുള്ളൂ. അവരൊരു ഇലക്ഷനെ നേരിട്ടിട്ടില്ല, അവർക്കൊരു ടിക്കറ്റില്ല, അവർക്ക് ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവർ ഈ സ്ഥാനത്തേക്കൊക്കെ വരുന്നു എന്ന് നമ്മൾ അതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെ പോലെ തന്നെ ഇപ്പൊ കമൽ സാർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വർഷം ഒരാളെ കൂടെ നടന്നതുകൊണ്ട് പിന്നെ തമിഴ് ജനതയെ ഭരിക്കാനുള്ള അവകാശം എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഫസ്റ്റ് അമ്മ 1990 ഇലക്ഷന് നിൽക്കുമ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്നു, തന്മല നെന്മല പോലെ തലവി വന്നിട്ടാൾ എന്നുള്ള ഒരു സോങ്ങിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അന്ന് ചെന്നൈയിലായതുകൊണ്ടും ഇന്നും ചെന്നൈയിലാണ് എൻ്റെ റേഷൻ കാർഡും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അമ്മയെ പിന്തുടർന്നു പോകുന്ന ഒരാളാണ്. അതിനെനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇത് അമ്മയുടെ കൂടെ നടന്നു, അമ്മയുടെ ഒരു പ്രൊട്ടക്ടറായി നടന്നു, അമ്മയുടെ ഒരു സഹായിയായി നടന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന് എനിക്ക് സെക്രട്ടറി പോസ്റ്റ് വേണം, എനിക്ക് പിന്നെ മന്ത്രിയാകണം എന്നൊക്കെ പറയുന്നത് വിരോധാഭാസമല്ലേ? ഇല്ലെങ്കിൽ അവര് അതേ പിന്നെ സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, അമ്മയുടെ ഒരു കൂട്ടുകാരിയായി ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ, ഇല്ലെങ്കിൽ OPS-നെ പ്രലോഭിപ്പിച്ച് അവരെ നല്ലൊരു ഭരണത്തിലേക്ക് നയിക്കുകയാണ് ഇവർ വേണ്ടിയിരുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്തിരുന്നിട്ട്. മറിച്ച് ഇവര് അധികാര മോഹത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് തെറ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വരാം, ഒരു നിമിഷം ഞാൻ വരാം, താങ്കളിലേക്ക് വരാം, വളരെ വേഗത്തിൽ വരാം. ഒരു ചെറിയ ഇടവേള, വളരെ വേഗം പോകേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കമൽഹാസന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ പോയസ് ഗാർഡൻ ജയ സ്മാരകമാക്കാൻ പനീർശെൽവം തീരുമാനമെടുത്തിരിക്കുന്നു. ഏതായാലും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ ഇന്ന് വൈകിട്ട് ഗവർണർ എത്തുമെന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ ഗവർണർ ഒരാഴ്ച കൂടി കാത്തിരിക്കാനുള്ള നിർദ്ദേശമായിരിക്കും അണ്ണാ DMK-ക്ക് നൽകുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രപതിയുടെ മുന്നിൽ MLA-മാരെ ഹാജരാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ തമിഴ്നാടും ദില്ലിയും കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. വരാം ഇടവേളയ്ക്ക് ശേഷം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ കാവൽ മുഖ്യമന്ത്രി പനീർശെൽവത്തെ പിന്തുണച്ച് കമൽഹാസൻ രംഗത്തെത്തിയിരിക്കുന്നു. പനീർശെൽവം യോഗ്യതയില്ലാത്തവനല്ലെന്നും അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കണമെന്നും കമൽഹാസൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് പുറത്താക്കേണ്ടത്. ജയലളിതയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയല്ലെന്നും കമൽഹാസൻ പറഞ്ഞിരിക്കുന്നു. സിബി നൽകും ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ. സിബി, ഇന്നലെയും കമൽഹാസൻ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമാണ്, അതിനെ മറ്റൊരു രാജ്യമാക്കാൻ അനുവദിക്കരുത് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം വലിയ പ്രതികരണങ്ങളാണ് കമൽഹാസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മനു, ഇന്ന് കമൽഹാസൻ അല്പം കൂടി ഒരു പടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് തുറന്നടിച്ചിരിക്കുകയാണ്. കമൽഹാസൻ പ്രധാനമായും തന്നെ ശശികലയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പനീർശെൽവത്തിന് വ്യക്തമായ എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് കമൽഹാസൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പനീർശെൽവത്തെ ഭരിക്കാൻ അനുവദിക്കണം, അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ പിന്തുണ നൽകുന്നു, പനീർശെൽവം യോഗ്യത ഇല്ലാത്തവനല്ലെന്നും അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണ് കമൽഹാസൻ ഇന്ന് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജയലളിതയുമായുള്ള അടുപ്പം ശശികലയ്ക്ക് അതൊരു മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയായി കാണരുതെന്നും ഇന്ന് കമൽഹാസൻ വ്യക്തമായും ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചിരിക്കുന്നു. കുറച്ചു നാൾ കൂടി അദ്ദേഹത്തിന് പനീർശെൽവത്തിന് ഭരിക്കാൻ സമയം നൽകണം. അദ്ദേഹം നന്നായി ഭരിച്ചു വരികയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു അരാജകത്വം തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ഇഷ്ടമല്ലെങ്കിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാമെന്നാണ് ഇന്ന് പ്രധാനമായും കമൽഹാസൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജയലളിതയുമായുള്ള അടുപ്പം അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത അല്ല എന്നും ശശികലയ്ക്കെതിരെ വ്യക്തമായി തന്നെ കമൽഹാസൻ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ശേഷം നെഹ്റു വന്നപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു. ഗാന്ധിജിയെ ജനങ്ങൾ ബാപ്പുജി എന്നും നെഹ്റുവിനെ ചാച്ചാജി എന്നും
എന്നും വിളിച്ചു. എന്നാൽ അതുപോലെ ശശികലയുടെ കൂടെ നിന്ന ചിന്നമ്മയെ ജനങ്ങൾ കാണണമെന്നില്ല എന്ന് തന്നെ കമലഹാസൻ തുറന്നടിച്ച് പറയുകയും ചെയ്തു. സംസ്ഥാനം ഭരിക്കാൻ അറിയാത്തവർ ഈ പണിക്ക് നിൽക്കരുതെന്നും കമലഹാസൻ പറയുകയുണ്ടായി. മാത്രമല്ല ഇന്നത്തെ തമിഴ്നാട്ടിലെ ഒരു അരാജകത്വം കമലഹാസൻ തുറന്നടിച്ച് പറയുകയും ചെയ്തു. തങ്ങൾക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെയാണ്. ഇപ്പോഴത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തെ താൻ ലജ്ജിക്കുന്നതായും തനിക്ക് വേണ്ടത് ആടുകളല്ല, അല്ലെങ്കിൽ ആടുകളെയും ആട്ടിടയന്മാരെയല്ല തങ്ങൾക്ക് വേണ്ടത്, ശരിക്കും രാഷ്ട്രീയം അറിയാവുന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് തനിക്ക് വേണ്ടതെന്നാണ് കമലഹാസൻ ജനങ്ങൾക്ക് വേണ്ടതെന്നാണ് കമലഹാസൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പനീർശെൽവത്തിന് ഉറച്ച പിന്തുണ ഇന്ന് കമലഹാസൻ നൽകിയിരിക്കുന്നു. കമലഹാസൻ ഇതിനു മുൻപും കഴിഞ്ഞ ദിവസവും കമലഹാസൻ പനീർശെൽവത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്ന് ശശികലയ്ക്കെതിരെ തുറന്ന് അടിച്ചിരിക്കുന്നു. ശശികല ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ല, ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്ന് തന്നെ കമലഹാസൻ പറഞ്ഞിരിക്കുന്നു. പ്രധാനമായും മനു സിബി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് തമിഴകത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് എന്നും അഭിപ്രായം പറയുന്ന വ്യക്തി കൂടിയാണ് കമൽഹാസൻ. ജല്ലിക്കെട്ടിലടക്കമുള്ള വിഷയങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ്. ഇവിടെ ഇത്തരത്തിലൊരു അഭിപ്രായം കമൽഹാസൻ പറയുമ്പോൾ അത് സ്വാഭാവികമായും തമിഴ് ജനതയുടെ ഒരു പൊതുവികാരം കൂടി അതിൽ ഉണ്ട് എന്ന രീതിയിൽ കണക്കിലെടുക്കേണ്ടേ? തീർച്ചയായും കമൽഹാസൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല സംസാരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമൽഹാസൻ അന്ന് പനീർശെൽവം ഉൾപ്പെടെയുള്ള തമിഴ്നാട് സർക്കാരിനെതിരെയാണ് തുറന്നടിച്ചത്. തീർച്ചയായും അതിലൊരു രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കമൽഹാസനെ പോലുള്ള ഒരു നടൻ എന്നതിനപ്പുറമായി തമിഴ് ജനതയുടെ മനസ്സിൽ എന്നും കുടികൊള്ളുന്ന ഒരു ആരാധന പുരുഷൻ കൂടിയാണ് കമൽഹാസൻ. ഈ കമൽഹാസനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് ജനങ്ങളുടെ കൂടി അഭിപ്രായമാണ്, പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. കാരണം ഇപ്പോഴത്തെ തമിഴ് രാഷ്ട്രീയത്തിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു അനിശ്ചിതത്വം തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങൾ, മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ജനങ്ങളിൽ തന്നെ ശശികലയ്ക്ക് എതിരായ ഒരു വികാരമാണ് ഉള്ളത്. പനീർശെൽവത്തിന് അനുകൂലമായ ഒരു വികാരവും ഉണ്ടായിരുന്നു. 130 MLA ശശികലയ്ക്ക് ഒപ്പമുണ്ടെങ്കിൽ തന്നെയും ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ് തങ്ങൾക്ക് വേണമെന്ന് തമിഴ് ജനത ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം തന്നെയാണ് കമൽഹാസൻ ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ ശബ്ദം തന്നെയാണ് കമൽഹാസനിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രംഗത്തേക്ക് വരും മണിക്കൂറുകൾ രംഗത്ത് വരും. ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശശികലയ്ക്കെതിരായ ഒരു വികാരം അവിടെ തമിഴ്നാട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത്തരം ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ കമൽഹാസൻ ഇത്തരം ഒരു നിലപാട് പറയുമ്പോൾ തമിഴകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് റൂമറുകളാണ്. അതായത് ഒരു രാഷ്ട്രീയ ചുവടുവയ്പ് കമൽഹാസൻ നടത്താൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു സജീവ രാഷ്ട്രീയ പ്രവേശം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പറയുന്നു. അത്തരത്തിൽ കൂടി ഇതിനെ എങ്ങനെയാണ് സിബി കാണേണ്ടത്? തീർച്ചയായും കമൽഹാസൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തമായ അഭിപ്രായം പറയുന്നു. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു. വ്യക്തമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. ജല്ലിക്കെട്ട് പോലുള്ള വിഷയങ്ങളിൽ നമുക്ക് പ്രത്യേകം കണ്ടതാണ്. അദ്ദേഹത്തിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു നല്ലൊരു നേതാവ് തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അണ്ണാ DMKയിൽ ആ ഒരു ശക്തി ക്ഷയിക്കുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞു. അണ്ണാ DMKയെ ഇപ്പോൾ ഒരു നല്ല നേതൃനിരയിൽ കൊണ്ടുവരാൻ പറ്റിയൊരു നേതാവ് ഇല്ല. ജയലളിതയ്ക്ക് ശേഷം മറ്റൊരു രണ്ടാമത്തെ ശക്തിയായി ഒരു ആൾ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കമൽഹാസനെ പോലുള്ള ഒരാൾ രംഗത്ത് വരുമ്പോൾ തീർച്ചയായും അതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കമൽഹാസൻ്റെ ഈ വരവിനെയും നമുക്ക് മറ്റുള്ളവർ രാഷ്ട്രീയമായി തന്നെ കാണുന്നത്. മാത്രമല്ല കമൽഹാസനെ പോലെ ഒരാൾ വന്നാൽ തമിഴകം ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല അണ്ണാ DMKയിൽ പനീർശെൽവം ഉണ്ടെങ്കിൽ തന്നെയും പനീർശെൽവവും ഈ ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ജയലളിതയെ പോലെയോ അല്ലെങ്കിൽ MGRനെ പോലെയുള്ള ഒരാളല്ല പനീർശെൽവം എന്നുള്ളതും വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ അതിനപ്പുറമായി ശശികലയ്ക്കെതിരെ ഒരു ജനവികാരം കൂടി വന്ന സ്ഥിതിക്ക് കമൽഹാസൻ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനു, ശരി, തീർച്ചയായും സിബി തുടരുക. ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ ഈ ചർച്ചയുടെ ഉപവിഷയമായി വന്ന ഒരു സംഭവമാണ് കമൽഹാസന്റെ ഈ പ്രതികരണം. ഈ ചലച്ചിത്ര താരങ്ങളെ എന്നും നെഞ്ചേറ്റിയ നാടാണ് തമിഴകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമൽഹാസന്റെ പ്രതികരണത്തെ ഏത് രീതിയിൽ കാണണം എന്നാണ് താങ്കൾ കരുതുന്നത്? കമൽഹാസന് തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നുള്ളൊരു താല്പര്യം ചിലപ്പോൾ കണ്ടേക്കാം. ഏതായാലും തമിഴ് ജനങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരമല്ലല്ലോ ഒരു സർക്കാർ രൂപീകരണത്തിന് നേതൃത്വം നൽകേണ്ടത്. ഇതിപ്പോൾ MLA അവിടെ ഉണ്ട്, നിയമസഭ വിരിച്ചുവിട്ടില്ല. അപ്പോൾ MLA എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഗവർണറെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടത്. പിന്നെ രാഷ്ട്രീയ പാരമ്പര്യം, തമിഴ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പാരമ്പര്യം പറയുക എന്ന് വെച്ചാൽ MG രാമേന്ദ്രൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടാണോ മുഖ്യമന്ത്രിയായത്? ജാനകിരാമൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടാണോ മുഖ്യമന്ത്രിയായത്? അതുപോലെ ഓരോ കാര്യമെടുത്താലും
പിന്നെ ഈ ശശികല എന്ന് പറഞ്ഞാൽ 10-35 വർഷക്കാലം ജയലളിതയുടെ ഒരുമിച്ച് നിന്നു എന്നുള്ള പാരമ്പര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അത് രാഷ്ട്രീയത്തിന് ഭിന്നമായിട്ടല്ല അവർ ചേർന്ന് നിന്ന് പോയിട്ടുള്ളത്. എന്താ പറയേണ്ടത്, നമ്മുടെ ജയലളിതയുടെ അനുദിന രാഷ്ട്രീയത്തിൽ ഭാഗമായി ഏറെക്കാലം നിന്ന് കാര്യങ്ങളൊക്കെ അവർ ഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടി അംഗം എന്നുള്ള നിലക്ക് അവർക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒരുമിച്ച് നടന്നത് മാത്രമാണോ യോഗ്യത എന്നൊക്കെ ചോദിച്ചാൽ ബീഹാറിൽ രാബറി ദേവി മുഖ്യമന്ത്രിയാകുമ്പം ആ ചോദ്യം വന്നിട്ടില്ല. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പം ആ ചോദ്യം ഉയർന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് വികാരത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആരാധനയുടെ പുറത്ത് പോകുന്ന രാഷ്ട്രീയമാണ്. അത് വരും കാലങ്ങളിൽ എങ്ങനെ പോകും എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വീകരിക്കാനുള്ള ഒരു മാർഗം എം എൽ എമാർ ഇവിടെ നിൽക്കുന്നു, അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അത് അതിന്റെ രാഷ്ട്രീയപരമായ കാര്യമാണ്. ഞാൻ കമൽഹാസന്റെ കാര്യം ചോദിച്ചത്, അദ്ദേഹം ഒരു പ്രമുഖനായ വ്യക്തി തന്നെയാണ്, അവിടെ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ചർച്ചയിലേക്ക് കൂടി കയറി വന്നത്. ശ്രീമതി ഉഷ, ആ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നത്. കാരണം തമിഴകം നമുക്കറിയാം, തമിഴകത്തിന്റെ ജീവനം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ എം ജി ആർ തൊട്ട് അതിങ്ങനെ കരുണാനിധി അങ്ങനെ ആ പരമ്പരയിലൂടെ ഇങ്ങനെ കടന്നു പോരുന്നു. അപ്പോൾ കമൽഹാസൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് തമിഴക മനസ്സ് അത് ഏത് രീതിയിൽ ഏറ്റെടുക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ജനവികാരം പനീർശെൽവത്തിന് അനുകൂലമാണ്. അപ്പോൾ കമൽഹാസന്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ OPS അനുകൂലമായിട്ട് വന്നാൽ അത് ശശികലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ വളരെ വലുതായിരിക്കും. തീർച്ചയായും അതിനു മുൻപ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മറുപടി കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെ സോണിയാഗാന്ധി വരെ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് 77 ദിവസം അമ്മയെ ഒളിപ്പിച്ചു വെച്ച ഒരു കാരണം മാത്രമാണ് ശശികലയെ ജനങ്ങൾ വെറുക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മൾ ആരും ശശികലയുടെ വിരോധികളൊന്നുമല്ല. അതിന് വ്യക്തമായ ഒറ്റ കാരണം അതാണ്. ലോകം അംഗീകരിച്ച ഒരു ജനനേതാവിനെ 77 ദിവസത്തോളം അപ്പോളോ ഹോസ്പിറ്റലിൽ അടച്ചുവെച്ചു. പബ്ലിക്കിനെ കാണിച്ചില്ല, പൊളിറ്റിക്കലായിട്ടുള്ളവരെ. ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്, അതായത് ശശികലയെ പോയസ് ഗാർഡനിൽ നിന്ന് ഒഴിപ്പിക്കാൻ OPS തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അവിടെ ജയ സ്മാരകം നിർമ്മിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായും, കാരണം അമ്മയ്ക്കൊരു സ്മാരകം ഇവിടെ വേണം. അമ്മ ജീവിച്ച, അമ്മ നടന്ന, അമ്മയുടെ നിശ്വാസം, അമ്മയുടെ ശ്വാസം, ആ വീട്ടിൽ നിന്നാണ് അമ്മയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു സ്മാരകമായി തന്നെ ഞാൻ ആ പോയ്സ് ഗാർഡനിലോട്ട് 2 മാസം മുമ്പേ ഞാൻ പോയപ്പോഴും ഞാൻ അവിടെ അമ്മയുടെ സാന്നിധ്യമാണ് കാണുന്നത്. കാരണം അമ്മയുടെ നിശ്വാസമാണത്. അത് അമ്മയ്ക്ക് വേണ്ടി ഒരു സ്മാരകമായി തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ജനങ്ങൾ അമ്മയെ കാണണം, അമ്മയുടെ സാന്നിധ്യം അറിയണം എന്ന് പറയുന്നവരെല്ലാം ആ ഒരു വീട്ടിലോട്ട് പോവുക, അവിടെ കുറച്ചു നേരം ഇരിക്കുക. അങ്ങനെ ഒരു ഇതിലോട്ട് ഇപ്പോൾ OPS പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയോട് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രത്യുപകാരം. ഈ ഒരു 2 പ്രാവശ്യം, ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യവും ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തെ മിനിസ്റ്ററായിട്ട് അമ്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തിന് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഫസ്റ്റ് കാര്യമാണ് ഇദ്ദേഹം ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും എല്ലാവിധ പിന്തുണയും OPSനുണ്ട്. ദൈവവും അദ്ദേഹത്തെ അനുഗ്രഹിക്കും, ജനതയും അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞാൻ പറയാം. ശ്രീ PV തോമസ്, അവിടെ ഒരു കാര്യം കാണേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പോയസ് ഗാർഡനിൽ നിന്നും വേദനിലയത്തിൽ നിന്നും ശശികലയെ ഒഴിപ്പിക്കാൻ പനീർശെൽവം തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ജയ സ്മാരകം നിർമ്മിക്കാനും കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉത്തരവിട്ടതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രാക്ടിക്കലായി നടക്കും എന്നൊരു ചോദ്യം നിൽക്കുന്നില്ലേ? കാരണം ഈ 131 MLA-മാർ ഇപ്പോൾ ശശികലയുടെ ഒപ്പമാണ് എന്നാണ് നിലവിലെ വിവരങ്ങൾ വെച്ച് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ഇത് OPS എടുത്തിരിക്കുന്ന തീരുമാനം ശരിക്കും ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ നീക്കമാണ്. കാരണം ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്നാമത് അവിടെ നിന്നും ശശികലയെ ഒഴിവാക്കുക, രണ്ടാമത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മൃതി ഉണ്ടാക്കുക ജയലളിതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ്. പക്ഷേ ഒരു കാവൽ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ചെയ്യുവാനുള്ള അധികാരമുണ്ടോ, അവകാശമുണ്ടോ എന്നുള്ള കാര്യം വേറെ കാര്യമാണ്. ഇനി ശശികല പക്ഷെ ഒരു ഐഡിയ കൊടുത്തിരിക്കുകയാണ്, ഒരു ആശയം കൊടുത്തിരിക്കുകയാണ്. അത് നല്ലൊരു രാഷ്ട്രീയമായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു നീക്കം തന്നെയാണ്. അദ്ദേഹം അപ്പോൾ രാഷ്ട്രീയക്കാരനല്ലാതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാമെന്നുള്ളതിനുള്ള കാര്യമാണിത്. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുണ്ടായി കേന്ദ്രത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല,
ഈ സംഭവങ്ങളിൽ നിന്നും. ഇതൊക്കെ രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും അറിയാവുന്നതാണ്. അത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രത്തിന് തീർച്ചയായിട്ടും കേന്ദ്രം ശക്തമായിട്ട് മാറിയെന്ന് നിരീക്ഷിക്കുക മാത്രമല്ല കേന്ദ്രം ഇതിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാവുന്നതാണല്ലോ. ഞാൻ 2 സംഭവം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും തന്നെയാണ് ഗവൺമെന്റിനെ മാറ്റിയിട്ട് പിന്നെ സുപ്രീം കോടതി ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1984 ആന്ധ്രാപ്രദേശിലെ സംഭവം അറിയാമല്ലോ. ആന്ധ്രാപ്രദേശിൽ NT രാമറാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഹൂസ്റ്റണിലേക്ക് ഒരു ബൈപ്പാസ് സർജറിക്കായിട്ട് പോയ സമയത്തിനാണ് ഗവർണർ രാംലാലിനെ കൊണ്ട് ആ ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് പകരമായിട്ട് നരേന്ദ്ര ഭാസ്കർ റാവുവിന്റെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്, അരുൺ നെഹ്റു എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ വളരെ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം തിരിച്ചിറങ്ങി പോകുന്നത് നരേന്ദ്ര ഭാസ്കർ റാവു. അപ്പം ഇങ്ങനെ കേന്ദ്രം 100-ലേറെ പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ഭരണത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അത് അക്കമിട്ട് നിർത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ തന്നെ കേന്ദ്രം ഒന്നും അറിയുന്നില്ല, വെറും ഒരു ശുദ്ധഗതികാരനായ കൊച്ചുകുട്ടിയെ പോലെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. രണ്ടാമത് കമലഹാസന്റെ റോള്. കമലഹാസൻ വന്ന് പനീർ ശർബത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ ജീവിയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് പഴയ കാലങ്ങളിലും വെച്ച് നോക്കുമ്പോൾ. ഇനി അദ്ദേഹം അതിൽ നിന്നൊരു പടി കൂടി മുമ്പോട്ട് കിടന്നിട്ട് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുമെന്നുള്ള കാര്യം പോലും നമുക്ക് തള്ളുകാനാകില്ല. അതിൽ രജനീകാന്ത് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ അപ്പം അങ്ങനെയാണെങ്കിൽ മിക്കവാറും കമലഹാസൻ തന്നെ ആയിരിക്കാം രാഷ്ട്രീയമായിട്ട് പന്നീർശെൽവത്തിന്റെ മുമ്പിലോ പിറകിലോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് മറ്റു നീക്കമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശശികലയെ MLA-മാരുടെ പിൻബലത്തോടെ മുഖ്യമന്ത്രിയാക്കിയാൽ പോലും ആ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ജനങ്ങളെ ഇളക്കുവാനും സാധിക്കും കമലഹാസനെ പോലെയുള്ള ഒരു നേതാവിന്. തീർച്ചയായിട്ടും ഞാൻ വരാൻ താങ്കളിലേക്ക്. വളരെ വേഗത്തിൽ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ പുഞ്ചിരി അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും വരാം അതിലേക്ക്. തീർച്ചയായിട്ടും തമിഴക രാഷ്ട്രീയം വലിയ ചർച്ചയാകുമ്പോൾ ഗവർണർ ഇടപെടാത്തത് എന്ത് എന്ന ചോദ്യം ഇന്നലെയും ഉയർന്നിരുന്നു, ഇന്നും ഉയർന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് 3:30-ക്ക് എത്തും എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഗവർണർ ഇന്ന് വരും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം എത്താൻ വൈകിയതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു. താങ്കൾ പറയുന്നത് അദ്ദേഹം അവിടെ അത്ര വേഗത്തിൽ ഓടിയെത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഗവർണർ ആ സമയത്ത് തന്നെ അവിടെ എത്തേണ്ടതല്ലേ? കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രി പനീർശെൽവൻ രാജിവെക്കുന്നു, പിന്നീട് ഈ ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഗവർണർ അവിടെ എത്തേണ്ടതല്ലേ, സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഈ സംസാരിക്കുന്നവരെല്ലാം ഉയർത്തുന്നത്. താങ്കൾ പറയുന്നത് പോലെ അത് അങ്ങനെ ഒരു ആവശ്യം ഉടനെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ കഴിയില്ല നമുക്കതിനെ. അതല്ല, ഇന്ന് ഞാൻ നേരത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് എത്തും എന്ന് ഗവർണർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 3:30 ഗവർണർ എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, മൊത്തം സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള താല്പര്യം ഗവർണർ പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നിലവിലത്തെ ഒരു വിഷയം പിന്നെ PV തോമസ് നേരത്തെ പറഞ്ഞു, ഗവർണർമാർ ഇടപെട്ട് ഭരണം നിയന്ത്രിക്കുകയും അട്ടിമറിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ, ഞാൻ അതിനോടൊന്നും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. ആന്ധ്രയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് SR ബൊമ്മ കേസിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് ഗവർണർമാരുടെ അധികാരപരിധി, നിയമസഭയിലെ എങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കണം, ഭൂരിപക്ഷം എവിടെയാണ് തെളിയിക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സുപ്രീം കോടതി നല്ല മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ട് പോകാൻ ഗവർണർക്ക് സാധിക്കും. അതിന് അദ്ദേഹത്തിന് പക്വതയുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ഗവർണർ ചെയ്യും. ഇന്നെത്തുന്നു, ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നമ്മൾ ആളുടെ പരിചയം അത് ഇതും നോക്കിയിട്ടില്ല. MLA-മാരുടെ നിലപാടെന്ത്? ഇന്നിപ്പോൾ MLA-മാർ 131 പേർ ശശികലയുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്നു. അതും നമുക്കും അത് അത്ര അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. ചിലപ്പോൾ നാളെ മറിച്ചും കണക്കുകൾ വന്നേക്കാം. ഏതായാലും ഗവർണർ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകും. പിന്നെ ഗവർണർ എന്തുകൊണ്ട് നേരത്തെ ഇത് അറിഞ്ഞില്ല, അതുകൊണ്ട് നേരത്തെ കാലേക്കുട്ടി വന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയമാണ്. അതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയം അവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും നമുക്ക് ശ്രീ PV തോമസിനോട് കൂടി ചില കാര്യങ്ങൾ ചോദിക്കേണ്ട. അതിനുമുമ്പ് മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് മുൻ ചീഫ് സെക്രട്ടറി ജ്ഞാനദേശികനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ S. ജോർജ്, സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ പനീർശെൽവവും ഒരു അഴിച്ചുപണിക്കുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ശ്രീ ജിമോൻ ജേക്കബ് ചെന്നൈയിൽ നിന്ന് നമുക്ക് നൽകും അതിന്റെ വിശദാംശങ്ങൾ. ശ്രീ ജിമോൻ, എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ നടപടികളിൽ നിന്നൊക്കെ? ജോർജ് 1984 ബാച്ചിലെ IPS ഓഫീസറാണ്.
അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് ജയലളിതയുമായിട്ട് വളരെ അടുപ്പമുള്ള IPS ഓഫീസർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വളരെ മാത്രവുമല്ല, കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് എപ്പോഴൊക്കെ DMK അധികാരത്തിൽ വരുമ്പോഴും ജോർജ് DMK അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ജോർജിന് വളരെ താഴ്ന്ന പോസ്റ്റുകളോ വളരെ ഒതുക്കൽ പോസ്റ്റുകളോ കൊടുത്ത് പീഡിപ്പിക്കാറുമുണ്ട്. പക്ഷെ ഇതിനിടയിൽ ജോർജ് ചെന്നൈ കമ്മീഷണർ ആയതിനു ശേഷം ഒരു തവണ ജയലളിത അദ്ദേഹത്തെ മാറ്റിയിരുന്നു കുറച്ചു കാലത്തേക്ക്, പിന്നീട് തിരിച്ചു കൊണ്ടുവന്നതാണ്. മറ്റു പഴയ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം പന്നീർശെൽവവുമായിട്ട് അടുപ്പമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജോർജ് ശശികലയുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ പന്നീർശെൽവം ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ഇന്റലിജൻസ് വിവരങ്ങൾ പന്നീർശെൽവത്തിനല്ല പോലീസ് ജയലളിതയുടെ മരണശേഷം കൈമാറിയിരുന്നത് ശശികലയ്ക്കാണെന്നുള്ള ഒരു ആക്ഷേപം കൂടി അവിടെ ഉയർന്നു വന്നിരുന്നു. ജല്ലിക്കെട്ട് സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പന്നീർശെൽവം മധുരയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയായ പന്നീർശെൽവത്തിന് കൈമാറിയില്ല എന്ന് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്റെ സ്ഥാനം, കാരണം ചെന്നൈ കമ്മീഷണർ, പോലീസ് കമ്മീഷണറുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു DGPയോളം തന്നെ വളരെ പരിഗണനയും വളരെ സുപ്രധാന പദവിയാണ്. ഇനിയുള്ള നാടകങ്ങൾ നടക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റം പന്നീർശെൽവം എടുക്കുന്നത് തനിക്ക് സഹായകരമായിട്ടുള്ള ഒരു ടീമിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്റെ പ്രായോഗികത എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായി ഉയർന്ന ചോദ്യം. താങ്കൾ തുടരുക. ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് പോയ ശേഷം അതിഥികളിലേക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിലുണ്ട്, അവരെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് വരേണ്ടതുണ്ട്.